അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറത്തങ്ങളുടെ ഖബറാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പ്രവാസത്താനില്ല. ഇതിപ്പോൾ നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫോട്ടോ അല്ലേ, ഇത് ഒറിജിനൽ അല്ലെന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ സ്റ്റാറ്റസുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം മരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ കുറത്തങ്ങളുടെ ഖബറ നിങ്ങൾ കാണുന്നത്. ഇത് മരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല പറഞ്ഞാൽ, പക്ഷേ എങ്ങനെ പറയാതിരിക്കും സഹോദരങ്ങളെ. മരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മാസം അത് ഖബറ് അപ്പം തന്നെ കെട്ടിപ്പൊക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും കുറച്ചു കാലം കഴിഞ്ഞാൽ ഉറൂസ് വരികയും അവിടെ നേർച്ചയും വഴിപാടുകളും ഒക്കെ വരികയും ചെയ്യുന്നു. പെട്ടി വെക്കാൻ പോലും ഇതാ കണ്ട, പെട്ടിയുടെ ഒരു പണ്ടാര പെട്ടി വെക്കാൻ പോലും സമയം കൊടുത്തില്ല. അപ്പോഴേക്കിടെ പൈസ ഇടാൻ തുടങ്ങി, അവിടെ പ്രാർത്ഥനകൾ തുടങ്ങി. ഇതിൻ്റെ പ്രാർത്ഥിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട് സ്റ്റാറ്റസിൽ. ഇത് ക്യാഷ് ഇടുന്ന ഫോട്ടോ നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടിയതാണ്. പക്ഷേ ഇത് പലരും ഇതിങ്ങനെ നമ്മുടെ നാടുകളിൽ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ മദീന പോകാറുണ്ട്, മക്ക പോകാറുണ്ട്, പല രാജ്യങ്ങൾ പോകാറുണ്ട്. ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഉള്ള വലിയ വലിയ വലിയകളാണ് അവിടെ കിടക്കുന്നത്, സഹാബികളാണ് അവിടെയൊക്കെ കിടക്കുന്നത് മരിച്ചിട്ട്. അവിടെ ഒന്നും നമ്മൾ ഇപ്പോൾ ജനത്തിൽ ബാക്കികളൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒന്നും ഖബറ് കെട്ടിപ്പൊക്കിയത് നമ്മൾ കാണില്ല. ഇവർ നമ്മുടെ നാട്ടിൽ പറയാനെന്താ, അത് പൊങ്ങിയതാണെന്നാണ്. എനിക്കറിയാം, പാറപ്പള്ളിയിൽ എൻ്റെ വീട്, അവിടെ പണ്ടൊക്കെ 3-4 ഖബറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ പൊക്കിയിട്ട്. പിന്നീട് മല്ലമല്ലായിട്ട് ഒരുപാട് ഖബറുകൾ പൊക്കി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ തനിയെ പൊങ്ങുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒന്നും പൊങ്ങുന്നില്ല, മക്കയിലും മദീനയിലൊന്നും പൊങ്ങുന്നില്ല നമ്മൾ നോക്കണം. അവിടെ വലിയ വലിയ മഹാമാർഗ്ഗമാണ്. ഇതിങ്ങനെ ചെയ്യും നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ നോക്കിക്കും, ഇപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ ഓരോ വർഷം തോടും ഇതിൻ്റെ പേര് പറഞ്ഞ് ആദ്യത്തെ വർഷം ചെറിയ രീതിയിൽ മൗലൂദ് റാത്തീബ് കഴിക്കും. പിന്നീട് വലിയ വലിയ രീതിയിൽ പരിപാടികൾ സ്റ്റേജ് കെട്ടി 1000-ങ്ങളെയും 10,000-ങ്ങളെയും വിളിച്ചു കൂട്ടി അവരെ കൈനത്ര ക്യാഷുകളൊക്കെ കൊള്ളയടിച്ച് ഒരുപാട് ക്യാഷൊക്കെ അവിടെ കൊണ്ടുപോയി ചൊരിഞ്ഞ് തൻ്റെ ആഗ്രഹങ്ങൾ പൊട്ടിക്കരഞ്ഞ്, മക്കളില്ലാത്തതിൻ്റെ പേരിൽ, വിസ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ കെട്ടിപ്പൊക്കുക ചെയ്യുന്നത്. എന്നിട്ട് പറയും ഇത് ജൂതന്മാരുടെ, ഇത് ക്രൈസ്തവരുടെ സ്വഭാവമല്ലെങ്കിൽ അവരവരുടെ അമ്പിയാക്കളുടെ മക്ബറകളെ ഖബറുകളാക്കി അല്ലേ, അവരവരുടെ അമ്പിയാക്കളുടെ ചെയ്തത്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം, നമുക്കറിയാം, പ്രഗത്ഭനായ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം. ഈസാ നബിൻ്റെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാം എന്ന് പറഞ്ഞില്ല നമ്മൾ പറയാതിരിക്കില്ല. അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ. ഒരു പ്രവാചകന്മാരിലൊരു പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പോലും വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ലെങ്കിൽ എങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു ഔലിയ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പലരെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പലരും പറ്റിയും നമ്മൾ ഔലിയ എന്ന് പറയാറുണ്ട്. ശരി, ഓക്കെ, അവിടെ കിട്ടെ. ഇനി വലിയാണെങ്കിൽ തന്നെ അവിടെ പോകാനോ ഇങ്ങനെ പ്രാർത്ഥിക്കാനോ നേർച്ച വഴിപാടുകൾ നടത്താനോ നമുക്ക് എന്താ ദീനിൽ തെളിവ്? ഇനി വലിയാണ്. ഇപ്പോൾ അവർ കറാമത്ത് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരായത്താണ്, അലാ ഇന്ന ഔലിയാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പലപ്പോഴും മകാമിനെ കുറിച്ചും അമ്പിയാക്കളെ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച്, അവിടെ നേർച്ച നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ഓതുന്ന ആയത്താണ്. ഇത് പലരും ഓതുന്ന ആയത്താണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ശരി തന്നെയാണ്, ഒരു സംശയമില്ല. ഒലിയാണ് യഥാർത്ഥത്തിൽ അവർ ദേഹമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല, അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അതല്ല വിഷയം. അതിൻ്റെ പേര് പറഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പോൾ വലിയൊരു കറാമത്ത് ഉണ്ടെന്ന് സങ്കല്പിച്ചോ നിങ്ങൾ. ഭയങ്കരമായ വലിയാണ്, ഭയങ്കരമായ കറാമത്തുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവരുടെ പീരീഡ് സമയം, നമുക്കറിയാലോ, ഒരു പീരീഡ് സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് തൻ്റെ പീരീഡ് സമയം എങ്ങനെയാണോ ആ പെൺകുട്ടി മറച്ചു വെക്കുന്നത്, അതുപോലെ മറച്ചു വെക്കും അവരുടെ കറാമത്തുകൾ. അവർ ഒരിക്കലും വെളിവാക്കില്ല. ഇതിങ്ങനെ കെട്ടിപ്പൊക്കി അവിടെ പോയി ചെന്ന് പ്രാർത്ഥിച്ച് ദുആയിരുന്നു. ഇനിയിപ്പോൾ വർഷം തോറും ഇപ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന് അവരെ മധു പറയാനും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത കറാമത്തുകൾ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാൻ തുടങ്ങും. എന്നിട്ട് അതിനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണിക്കും ആളുകളെ. എന്നിട്ട് ഇവിടെ ആളുകളെ ആകർഷിക്കും. എന്നിട്ട് വർഷം തോറും ഉറൂസ് നടത്തും. എന്നിട്ട് ജനങ്ങളെ ഒരുപാട് ക്യാഷുകൾ അവിടെ കൊണ്ടുപോയിടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെയൊക്കെ പോയിക്കോളൂ, ഞാനതൊന്നും വിമർശിച്ച് പറയുകയല്ല, മറിച്ച് ഒരു രൂപയുടെ നോട്ട് പോലും നിങ്ങൾ നിക്ഷേപിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നബിക്ക് വേണ്ടി നമ്മൾ ഇബ്രാഹിമിയ സ്ഥലത്ത് പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിനെ പോലും. ഒരു പണ്ഡിതൻ വന്നിട്ട് ഇബ്രാഹിമിയ സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും എന്ന് തുടങ്ങുന്ന ആ ഇബ്രാഹിമിയ സ്ഥലത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ ചെല്ലുന്നത്, അവിടെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നബിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
എന്താ പ്രാർത്ഥിക്കുന്നത്? പ്രവാചകൻ നീ നൽകണേ അല്ലാ വസീല. ബാങ്കിന് ശേഷം ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകിയതുപോലെ അല്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇത് നമുക്കറിയാലോ. അത് പ്രവാചകന് വേണ്ടി ഈ ഇബ്രാഹിം അലൈഹി സ്വലം നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, ബാങ്കിന് ശേഷം എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ ലദി വസീലത വൽ ഫളീല വസീല ഫളീല എന്ന സ്ഥാനം നബിക്ക് നൽകണേ അല്ലാ. നമ്മൾ പറയൂ നബിനോട് പ്രാർത്ഥിക്കാൻ. എങ്ങനെ നമ്മൾ നബിക്ക് വേണ്ടി നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ എങ്ങനെ നബിനോട് പ്രാർത്ഥിക്കും? പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഇസ്ലാമിൽ. പിന്നെ എന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞ? എന്നിട്ട് സാധാരണ ഒരു മനുഷ്യൻ മരിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നബിക്ക് വേണ്ടി വസീല ഫളീല നൽകണേ അല്ലാ. നമ്മൾ അള്ളാഹിനോട് ദ്വാരക്ക. പ്രവാചകന് വേണ്ടി. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആകാൻ. ഏത് അവിടെ ഏറ്റവും നല്ല സ്ഥാനം കിട്ടാൻ, വസീല ഫളീല എന്ന വലിയ സ്ഥാനം കിട്ടാൻ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണേ. ആയിരിക്കും പ്രവാചകന് വേണ്ടി നമ്മൾ ഓരോ എത്ര നമ്മൾ സലാത്തുകൾ ചെയ്യുന്നത്, ആ സലാത്തൊക്കെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥനയാണ്. നിങ്ങൾ ഒരിക്കൽ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതൊന്നും കണ്ടിട്ട് ഇസ്ലാമാണ്, ഇത് ഭയങ്കര ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. പലരും പിരിവിനൊക്കെ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട്, നമ്മളവിടെ മകാമിൽ പോകാറുണ്ട്, നമ്മളവിടെ പൈസ ഒക്കെ നിക്ഷേപിക്കാറുണ്ടല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറയും, ഞാനവിടെ ഞാൻ പോകില്ല, പൈസ ഇടില്ല. അവിടെ അവർക്കൊന്നും പൈസ, മരിച്ചുപോയ ആളുകൾക്ക് എന്തിനാ പൈസ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് സാധാരണ ആളുകളോട്. ഇത് നമ്മൾ ഭയങ്കര വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. ദീനിൽ ഇസ്ലാമിൽ ഇതിന് യാതൊരു പ്രമാണമില്ല.